നമസ്കാരം. ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നു എന്ന അവസ്ഥ മുൻനിർത്തി എങ്ങനെയും കരകയറണമെന്ന ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ പ്രവർത്തികൾ അത്രയും. ഇപ്പോഴിതാ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പാകിസ്ഥാനിലെ ബിസിനസ് പ്രമുഖർ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനോട് നിർദ്ദേശിച്ചു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ശക്തമായ കയറ്റുമതിയിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യം ഇപ്പോൾ. ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വ്യവസായ സമൂഹവുമായി ഉചിതമായ ചർച്ച നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ എന്ന നിലയിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളും കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നാണ് പ്രമുഖർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. ഇന്ത്യയുമായുള്ള ബന്ധം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. സാമ്പത്തിക വളർച്ചയ്ക്കുള്ള തന്റെ പ്രതിബദ്ധത പാക് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു എന്നതാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥ വ്യാവസായിക കാർഷിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ കയറ്റുമതി ഇരട്ടിയാക്കാമെന്നുമുള്ള ഉറപ്പാണ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തന്റെ കാഴ്ചപ്പാട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാക് പ്രധാനമന്ത്രി പങ്കുവച്ചത്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരിവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാന്റെ വ്യാവസായിക മികവ് കുതിച്ചുയരാനുള്ള സാധ്യത അദ്ദേഹം അടിവരയിടുന്നുണ്ട്. അതേസമയം ശുഭാപ്തി വിശ്വാസം മാത്രം പോരാ, മറിച്ച് കാര്യമായ പുരോഗതി ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്ന വാദങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു. വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ചിലവുകൾക്കിടയിൽ കയറ്റുമതി ഇരട്ടിയാക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് ഉഗ്രമായ ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചു. കയറ്റുമതി ഇരട്ടിയാക്കുകയും ബിസിനസ് ചിലവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് വ്യവസായത്തെ പിന്തുണയ്ക്കാൻ പ്രധാനമന്ത്രിക്ക് താൽപ്പര്യമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അസാധ്യമാണ് എന്നുള്ള വാദവും ഉയർന്നു വന്നു. ആഗോള വിപണിയിൽ പാകിസ്ഥാന്റെ മത്സരക്ഷമതയെ ഭീഷണിപ്പെടുത്തുന്ന അമിതമായിട്ടുള്ള ഗ്യാസ് വൈദ്യുതി വിലകൾ എടുത്തു പറയേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ വ്യാവസായിക മേഖല അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദകരമായ വെല്ലുവിളികളിലേക്കാണ് വസ്തുതകൾ വെളിച്ചം വീശുന്നത്. ന്യായമായ വാതക വിലയുടെ ആവശ്യകതയും മിച്ച വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രപരമായ സമീപനവും ഉണ്ടാവണമെന്ന് ചർച്ചയിൽ വലിയ രീതിയിൽ വാദങ്ങൾ ഉയർന്നു വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുകയല്ലാതെ വ്യാവസായിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന നയങ്ങൾ കൊണ്ടുവരണമെന്നാണ് മിക്ക ആളുകളും ചർച്ചയിൽ പറഞ്ഞത്. ഇന്ത്യയുമായുള്ള നല്ല ബന്ധം കൊണ്ടുവന്നാൽ മാത്രമേ പാകിസ്ഥാനെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഒരു വിഭാഗം കട്ടായം പറയുന്ന കാര്യം. പക്ഷേ പാകിസ്ഥാനെ ഇന്ത്യ അടുപ്പിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പാകിസ്ഥാനുമായി യാതൊരുവിധ ബന്ധങ്ങൾക്കും ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന നിലപാട് നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാലു പിടിക്കാൻ എങ്ങനെയും സഹായിക്കണമെന്ന അപേക്ഷയുമായിട്ട് പാകിസ്ഥാൻ ഉടൻ എത്തും എന്നതാണ് മനസ്സിലാകുന്ന കാര്യം. ഇതിനോടകം തന്നെ നിരവധി നീക്കുപോക്കുകൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ മറുപടി എപ്പോഴും ഒന്ന് തന്നെയാണ്: പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ താല്പര്യമില്ല. കാരണം അത്രത്തോളമുള്ള ധിക്കാരപരമായ അല്ലെങ്കിൽ അനുചിതമായ പ്രവർത്തികളാണ് പാകിസ്ഥാൻ ചെയ്തു പോരുന്നത്. ഇന്ത്യയുമായി ചങ്ങാത്തം കൂടാൻ പാകിസ്ഥാൻ വലിയ ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായിട്ട് പാകിസ്ഥാൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യഥാർത്ഥ വ്യാപാര സാധ്യത $25 ബില്യൺ അധികമായിരിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനോട് ഇന്ത്യ ദയ കാട്ടില്ല. കാരണം ദയ പാകിസ്ഥാൻ അർഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പ നിരക്കും വിദേശ കറൻസിയുടെ ദൗർലഭ്യവും ഒക്കെ കാരണം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തളരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ കാലാവസ്ഥാ വ്യതിയാനവും പകർച്ചവ്യാധി ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പോഴത്തേതിലും ഗുരുതരമാകുമെന്നാണ് IMF അടക്കമുള്ളവർ പ്രവചിക്കുന്നത്. പാകിസ്ഥാന്റെ മൊത്തം പൊതുകടം $120 ട്രില്യൺ ആയിട്ട് ഉയരുമെന്നാണ് പ്രവചനമുള്ളത്. നിലവിൽ $130 ബില്യൺ വിദേശ കടം പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പാകിസ്ഥാന്റെ ഗതി താളം തെറ്റുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റാത്തൊരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലാവസ്ഥയേക്കാൾ ഉയർന്ന തലത്തിൽ ആഗോള താപനിലയുമായി കൂടുതൽ ശക്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഇന്ത്യയുമായി എങ്ങനെയും ചങ്ങാത്തം കൂടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അത്രമാത്രം രാജ്യം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ അടുപ്പിക്കുകയുമില്ല.